ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അൻവർ അലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമുക്കറിയാം അൻവർ അലിയും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അതായത് അൻവർ അലിയുടെ ഏജൻറ്റും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് അത് ഇന്നലെ വന്നൊരു ന്യൂസാണ്. എന്തായാലും ഇന്നത് കറക്റ്റായിട്ട് വരികയാണ്. അതായത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ടുള്ള കോൺട്രാക്റ്റ് അൻവർ അലി അവസാനിപ്പിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അതായത് 1 വർഷത്തിൽ കൂടുതൽ ലോണിൽ വിടാൻ സാധിക്കത്തില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ലോൺ ഇൻവാലിഡ് ആവും. സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം ബാക്ക് ടു ഡൽഹി FC പ്ലെയർ ആയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 ക്ലബ്ബുകളാണ് അൻവർ അലിക്ക് വേണ്ടി രംഗത്തുള്ളതൊന്ന് മുംബൈ സിറ്റി FC ആണെന്ന് പറഞ്ഞു കേൾക്കുന്നു. ഏത് വിധേയം അത് 5 ഇയർ കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്ത് ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്ത് മുംബൈ സിറ്റി FC അതായത് സൈൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ബ്ലാസ്റ്റേഴ്സും ട്രൈ ചെയ്യണം എന്ന് തന്നെയാണ്. അതായത് നമ്മുടെ ജീക്സൺ സിംഗിനെയോ പ്രീതം കോട്ടാലിനെയൊക്കെ വിറ്റിട്ട് മാക്സിമം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കണം. ഇനി നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മത്യാസ് ഡിലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് ആണ്. അതായത് നമുക്കറിയാം നെതർലാൻഡിൻ്റെ സൂപ്പർ ഡിഫൻഡറാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ശ്രമിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ശ്രമിക്കുന്നു എന്നല്ല, അദ്ദേഹം ഏതാണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്കാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഇതിനിപ്പോൾ അതായത് 2020 വരെ 27 വരെ ബയേൺ മ്യൂണിക്കുമായിട്ട് അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ട്. ബട്ട് ആ ഒരു കോൺട്രാക്റ്റ് അദ്ദേഹം ഉപേക്ഷിച്ചുകൊണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റുകൾ. എന്തായാലും ഫബ്രീസിയോ റൊമാനയാണ് നമ്മളോട് ഈ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഡിലീറ്റ് ഈ ഒരു യൂറോ സീസൺ കഴിയുമ്പോൾ ചെങ്കോട്ടയിൽ കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്.